4 5 കോൺസ്റ്റബിൾമാർ ആ വീടിന് ചുറ്റും കവർ ചെയ്യണം. ഫ്രാൻസിസും സുബേറും എന്റെ കൂടെ നിന്നാ മതി. ഏതു വിധേനയും അമ്മച്ചയും ത്രേസ്യമ്മച്ചയും ഒരു പോറല് പോലും കൂടാതെ രക്ഷിക്കണം നമുക്ക്. എല്ലാം റെഡിയാണ് സാർ. അവിടെ ആയുധങ്ങൾ എന്തൊക്കെയുള്ളത്? അയ്യോ, ഒരു തുരുമ്പ് പോലും ഇല്ല സാറേ. ഞങ്ങൾ അത്തരക്കാരല്ല. ഇവന്റെ വാക്ക് വിശ്വസിക്കരുത് സാർ. ചിലപ്പോ നാടൻ ബോംബുകളൊക്കെ ഉണ്ടാവും. എന്റെ പൊന്നു സാറേ, ഇല്ലാവചനം പറയല്ലേ. രണ്ടമ്മമാരെ പൊന്നുപോലെ സൂക്ഷിക്കുന്നതിന് എനിക്ക് അവാർഡ് തരേണ്ടതാ. അങ്ങോട്ട് നടക്കടാ. എന്നിട്ട് മര്യാദക്ക് നിന്റെ ഒളിത്താവളത്തിലേക്കുള്ള വഴി കാണിച്ചാ അങ്ങോട്ട് സാറേ. ഒപ്പിടുന്നോ അതോ ജീവൻ എടുത്തിട്ട് വിരളയാളം പതിപ്പിക്കണോ? ഞാൻ രണ്ടും വേണ്ടടാ, നമുക്ക് വേറെ വഴി നോക്കാം. സാറേ, സാറേ, ഞാനല്ല, ഞാനൊരു പാവ. അയ്യോ, എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? അയ്യോ സാറേ, എന്നെ അറസ്റ്റ് ചെയ്യില്ല. അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ സാറേ, പ്ലീസ്. വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. പുഴ കടന്ന് അക്കരെ ചെന്നുള്ള സേവനമൊന്നും വേണ്ട. നമുക്ക് ഇവിടെ ഉള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ മതി. ജോയിച്ചേട്ടൻ ഇപ്പൊ പറയുന്നത് സ്വാർത്ഥതയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പണിക്ക് ഇറങ്ങണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ ലോകം മുഴുവൻ നടന്ന് സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇതങ്ങനെ ദുബായ് ലണ്ടനൊന്നും അല്ല, നമ്മുടെ അയൽപക്കം തന്നെയാ. മാത്രമല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയ അത് പുണ്യമല്ല ജോയിച്ചേട്ടാ. നിനക്ക് മസൂരി പിടിച്ചാലോ? ഒരു കാര്യം ചെയ്, ഞാനും കൂടി വരാം അയാളെ ശുശ്രൂഷിക്കാൻ. അസലായി. ഒരു തലവേദന വന്ന പങ്കീന്ന് നിലവിളിക്കുന്ന ആളാ വസൂരി രോഗിയെ ശുശ്രൂഷിക്കാൻ പോകുന്നത്. എന്നെ ജോയിച്ചേട്ടാ, ചുമ്മാ എന്നെ പിടിച്ചു നിർത്താതെ. നമ്മുടെ ലക്ഷ്യം നേടാൻ ആദ്യമായിട്ട് കിട്ടിയ സന്ദർഭം ഇത്. എന്നിട്ട് ഇങ്ങനെ ഉടക്കം കൊണ്ട് വന്നാലോ? അല്ല, നിനക്ക് എന്നെ അറിയാം വസൂരി രോഗിയെ ശുശ്രൂഷിക്കാൻ? അറിയാം. ഞാൻ പണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഒരു കൊല്ലം ജോലി ചെയ്ത കാര്യമൊക്കെ മറന്നോ? എങ്കിൽ ഞാനും വരാം. അത് ശരിയാവത്തില്ല ചായ. നമ്മൾ ആര് കൂടെ ചെന്നാലും ആ മൂപ്പന് സംശയം തോന്നും. പങ്കിയന്റെ മാടൻകോവിലെ തൊഴുത ദിവസം മൂപ്പന് ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങിയതാ. ആ ഓർമ്മ മൂപ്പന് കാണും. ഞാൻ ഇതിൽ അഭിപ്രായം പറയാത്ത എന്താന്ന് വെച്ചാ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറുന്നത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ആരെയും സഹായിക്കേണ്ടത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ ഞാനും ചിന്നുവും പിന്നെ എന്താ അഭിപ്രായം പറയാനാ? അല്ല, സഹായിക്കണ്ടെന്നല്ല, എന്നാലും ഒരു പേടി. എന്തിന്? ഇനി മലവെള്ളം കയറി ഞാൻ മുങ്ങിപ്പോന്നാ? എന്റെ ജോയിച്ചേട്ടാ, ചക്ക വീഴുമ്പോഴൊക്കെ മുയൽ ചാവോ? ഒന്നിയിൽ ജോയിച്ചായൻ തുറന്ന മനസ്സോടെ പങ്കിയന്റെ യാത്ര അയക്കാം. അല്ലെങ്കിൽ ഈ പരിപാടി മൊത്തം വേണ്ടാന്ന് വെക്കാം. എന്ത് വേണോന്ന് പറ. ചിന്നു, എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല, പറഞ്ഞില്ലയോ, പേടിച്ചിട്ടാ. പേടിയൊന്നും വേണ്ട. സന്ധ്യയാവുമ്പോ ഞാനിങ്ങ് മടങ്ങിയെത്തും. രാവിലെ പിന്നെയും പോവും. ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ, പുഴയ്ക്ക് അക്കരെ എന്നല്ലേ ഉള്ളൂ. എന്തു പറഞ്ഞു ചോദിച്ചാ? എല്ലാരും അങ്ങനെ പറയുകയാണെങ്കിൽ പങ്കി പോയച്ചും വരട്ടെ. ചിരിച്ചോണ്ട് പറ ചോദിച്ചേട്ടാ. പോയച്ചും വാ പങ്കി. ഇരുട്ടുമ്പോഴേക്കും ഞാനിങ്ങെത്തും. ഓട്ടെ. അപ്പൂപ്പ, എവിടെ? കൊച്ചേ, എന്തോ? എനിക്കറിയായിരുന്നു കൊച്ചേ, അവസാനം കൊച്ചി ഇവിടെ തന്നെ എത്തുന്നു, ഒരു കുഴപ്പവും കൂടാണ്ട് എത്തുന്നു എപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു.
ഒത്തിരി കാലം നമ്മൾ തമ്മി കാണാണ്ട പോയല്ലയോ. ഓർമ്മ കെട്ടുപോയി എന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇപ്പോ പഴയ കാര്യങ്ങളൊക്കെ നല്ല തെളിച്ചത്തോടെ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ കൊച്ചുങ്ങളെ മാർഗംകളി പഠിപ്പിക്കുമ്പോൾ വേലിക്കപ്പുറത്തൂടെ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ എല്ലാം മനസ്സിൽ കാണുക ഞാനിപ്പോ. അന്ന് എത്ര പ്രായം? 16ഉം 20ഉം. ഇത്രയും കാലം അച്ഛൻ ത്രേസ്യാമ്മച്ചിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി എങ്ങോട്ടും പോകണ്ട ത്രേസ്യാമ്മച്ചി, ഇവിടെ തന്നെ താമസിച്ചാൽ മതി. സോഫി കുഞ്ഞെ, നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ ഏതോ ലോകത്തായിരുന്നു. കർത്താവ് ഈശോ മിശിഹായ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ചു തന്നു എനിക്ക്. ത്രേസ്യ ചേട്ടത്തെ ഞാൻ ഇനി എങ്ങോട്ടും വിടത്തില്ല. തെങ്ങമൂട്ടിൽ ഫിലിപ്പോസിന്റെ ഭാര്യയെ ഇതിനകത്ത് വിളിച്ചു കയറ്റിയതിന്റെ ഉദ്ദേശം എന്താ സെലീന? സോഫി, അന്നമ്മ സെലീനയുടെ ഭർത്താവിന്റെ അമ്മയാണെന്നുള്ള കാര്യം നീ മറക്കരുത്. എന്റെ അനന്തേട്ടനെ കൊന്ന ഫിലിപ്പോസിന്റെ ഭാര്യയെ പിശാചായി മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ. ഫിലിപ്പോസിനെ വീട്ടിൽ കയറ്റി ഒളിപ്പിച്ച് എന്റെ മോളെ സസ്പെൻഷനിലാക്കിയ ഈ സ്ത്രീ എന്റെ ശത്രു തന്നെയാ. ഞാൻ പൊക്കോളാം സോഫി. ത്രേസ്യ ചേട്ടത്തെ ഇവിടെ ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇറങ്ങുക. അന്നമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഇല്ല പിള്ളേച്ച, എനിക്കിപ്പോ ഒരു വിഷമമില്ല. എല്ലാം കണ്ടു അനുഭവിച്ചും എന്റെ മനസ്സ് മരവിച്ചു പോയി. അമ്മച്ചി, ഞാനും വരുന്നു. നിന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ല ഞാൻ. എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിന് തുല്യ ഇത്. അമ്മച്ചി വന്നേ. എന്നതൊക്കെ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസം ഇവിടെ താമസിക്കുമ്പോൾ കൊച്ചിനെല്ലാം മനസ്സിലാവും. എല്ലാ കഥകളും ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആ റബ്ബർ തോട്ടത്തിൽ പഴയ കുടിലിൽ താമസിച്ചോളാം. അതിന് കുടിലെവിടെ? ഉരുള് പൊട്ടിയപ്പോ എല്ലാം ഒലിച്ചു പോയില്ലേ? കൊച്ചേ, എന്തോ? ഇനി എൻ്റെ കൊച്ചിനെ ഞാൻ എവിടേക്കും വിടില്ല. എൻ്റെ ശ്വാസം നിലയ്ക്കും വരെ എന്നും എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കൊച്ച്. സെലീന, ആ കള്ളന്മാരെ ഈ ഒരു കേസിൽ മാത്രം കുടിക്കാൻ പോരാ. തെളിയാതെ കിടക്കുന്ന സകല കേസുകളും ആ രാജപ്പന്റെയും തുരുമ്പ് തമ്പിയുടെയും തലയിൽ കെട്ടിവെക്കുക. അവന്മാര് കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നീരേറ്റ് കയറി മമ്മിയുടെ തലക്കടിച്ച കേസിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ഇനി എന്തായാലും അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഇനി പുറം ലോകം കാണാത്ത പൂട്ടിട്ട് ഞാൻ പൂട്ടിക്കൊള്ളാം. മക്കളെ, ആ രാജപ്പനും തുരുമ്പുതമ്പിയൊക്കെ എന്നെ ദ്രോഹിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ എല്ലാത്തിനും നേതാവായി നിന്നത് മാത്യൂസാ. ആ നന്ദി കെട്ടവനാ പ്രമാണത്തിൽ ഒപ്പിടാൻ എന്നെയും ത്രേസ്യച്ചേടത്തെയും ഒക്കെ നിർബന്ധിച്ചത്. അതെന്നാ സെലീന, ഈ കാര്യം അറിയത്തില്ലായിരുന്നു നിനക്ക്? ഇല്ല, അമ്മച്ചി ഇത് ഇപ്പോഴല്ലേ പറയുന്നത്. അവിടെ വെച്ചൊന്നും പറഞ്ഞില്ല. മുന്നേ കണ്ടവന്മാരെ പൊക്കി അകത്തിട്ടു. ഞാൻ കരുതിയത് അവന്മാര് മാത്രമായി ഇതിന്റെ പുറകിലുള്ളതെന്നല്ലേ. അല്ല, ആ ചതിയ മാത്യൂസാ എല്ലാത്തിന്റെ ആണിക്കല്ല്. രാത്രിയിൽ എൻ്റെ മുറിയുടെ ജനാലക്കൽ ഫിലിപ്പോസ് അച്ചായൻ പുറത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ ആരും അറിയാണ്ടിരിക്കാൻ ലൈറ്റ് പോലും ഇടാണ്ട് ഞാൻ ചെന്ന് കതക് തുറന്നു. അപ്പോൾ ആ ചെകുത്തൻ ബലമായിട്ട് ഏതാണ്ട് മയക്കുമരുന്നിന്റെ മൂക്കെ പിടിപ്പിച്ചു. പിന്നെ ബോധം തെളിഞ്ഞപ്പോ ഏതോ മുറിയിൽ അടച്ചിട്ടിരിക്കായിരുന്നു എന്നെ. ആ നന്ദി കെട്ടവനെ എൻ്റെ കൈ കിട്ടിയ തുണ്ടം തുണ്ടാക്കും ഞാൻ. ഫ്രാൻസിസ്, ഞാനാ. ഇപ്പൊ തന്നെ ആ മാത്യൂസിനെ അറസ്റ്റ് ചെയ്യണം.
അമ്മച്ചിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ നേതാവ് അവനാ. ആ, എവിടെയുണ്ടെങ്കിലും ക്യാച്ച് ഹിം സൂൺ. നോവിപ്പിച്ചിട്ടായാലും ശരി, എല്ലാം പറയിക്കണം. എന്റെ ഇച്ചായനെ ചീത്തയാക്കിയത് അവൻ ഒറ്റ ഒരുത്തനാ. അവനെതിരെ ഏത് കോടതിയിലും ഞാൻ വന്ന് സാക്ഷി പറഞ്ഞോളാം. വിടരു സെലീന. അപ്പച്ചന് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ആ മാത്യൂസിനും കിട്ടണം. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇനി ഈ സമൂഹത്തിൽ വേണ്ട. അവൻ നമ്മളോട് കാട്ടിയ അതേ ചതി അവനോടും കാട്ടണം. തെളിയാതെ കിടക്കുന്ന ഏതെങ്കിലും 2 കൊലപാതകത്തിന് നീ സാക്ഷികളെ ഉണ്ടാക്കി മാത്യൂസിനെ പ്രതിയാക്ക്. അതിന് ദൃക്സാക്ഷികളാണെന്ന് സാക്ഷി പറഞ്ഞാൽ മാപ്പ് സാക്ഷികളാക്കാന്ന് ആ രാജപ്പനോട് തുരുമ്പ് തമ്പിയോടും പറ. ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ അമ്മാരെന്തും ചെയ്യും. പറ, ചെയ്യുമോ നീ? ബോബൻ, ഡോണ്ട് ബി സില്ലി. നീതിക്ക് നിരക്കാത്തതൊന്നും മാത്യൂസ് എന്ന വിഷവിത്തിനെ നശിപ്പിക്കാൻ ഞാൻ ചെയ്യില്ല. ചെയ്താൽ അതിന്റെ പേരിൽ ഒത്തിരി പേർക്ക് മനഃശാന്തി കിട്ടും. പക്ഷേ ഒരു പോലീസ് ഓഫീസറും തിന്മയില്ലാതാക്കാൻ തെറ്റ് ചെയ്യാൻ പാടില്ല. ഐ വിൽ ഡോണ്ട് ഡു ദാറ്റ്. മൂപ്പന് സംശയം വല്ലതും തോന്നിയോ ആന്റി? ഏയ്, ഞാനാദ്യം മാടങ്കോവിൽ ചെന്ന് തൊഴുതു. എന്നിട്ടാ മൂപ്പനെ കണ്ടത്. എന്നെ വേഗം മനസ്സിലായി. ഞാൻ സംഘടനയെ പറ്റി പറഞ്ഞു വന്ന കൂട്ടത്തില് രോഗികളെ ശുശ്രൂഷിക്കല പ്രധാന ജോലിയെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പൻ സങ്കടത്തോടെ മരുന്നിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് എന്റെ ജോയിച്ചേട്ടാ, ആ പച്ചോല പുറയ്ക്കകത്ത് ഞാൻ കണ്ടത് ശരിക്കും ഒരു നരകക്കാഴ്ചയാ. ഒറ്റ തോർത്ത് മാത്രം എടുത്ത് മേലാസുകളെ ഈച്ച പൊതിഞ്ഞ അവസ്ഥയിൽ മരുത് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. മൂപ്പന്റെ സഹായത്തിന് വിളിച്ചിട്ടും കുടിലിന്റെ 10 അടി ദൂരം നിന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ വേഗം വേഗം കുടിലിന്റെ മുന്നിൽ എത്തിച്ചു തന്നു. അങ്ങനെ വേപ്പിന്റെ ഇലയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ആദ്യം ദേഹം മുഴുവൻ മുക്കി തുടച്ചു. പിന്നെ ശരീരം മുഴുവൻ വേപ്പില കെട്ടി പൊതിഞ്ഞു വെച്ചു, ഈച്ചയ്ക്കൊന്നും അടുക്കാൻ പറ്റാത്ത വിധത്തില്. അത് കഴിഞ്ഞ് പൊടിയേരി കഞ്ഞി കുടിപ്പിച്ചു. പോരാറായപ്പോ സംസാരിക്കാനുള്ള ജീവൻ തിരിച്ചു കിട്ടി അയാൾക്ക്. കേട്ടിട്ട് തല പോയിക്കുന്നു. എനിക്കറിയാം പങ്കിയാന്റി ഇങ്ങനൊക്കെ ചെയ്യുമെന്ന്. അതല്ലേ പങ്കിയാന്റി വന്ന ഉടനെ കുളിക്കാൻ പാകത്തില് ഇവിടെയും വേപ്പിലയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചു വെച്ചത്. 3-4 ദിവസം കൊണ്ട് പോള പൊട്ടിയതൊക്കെ കരിയും. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാ അയാൾക്ക് കുളിക്കാം. നിന്റെ മനസ്സിനകത്ത് ഇത്രയും നന്മയുണ്ടെന്ന് ഇപ്പോഴാ പങ്കി ഞാൻ അറിയുന്നത്. എന്നും നിന്റെ സ്വഭാവം ചീത്തയാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. നിന്റെ ജോയിച്ചേട്ടനൊരു പാപി അല്ലയോടി? അല്ല, എന്റെ ജോയിച്ചേട്ടനെ പോലെ നല്ല മനസ്സുള്ള ആള് ഈ ലോകത്ത് എവിടെയും കാണത്തില്ല. സത്യാണോടി? ആറ്റിനടുവിലരയാലിൻ കൊമ്പത്ത് ആനന്ദത്തോടെ ഇരിക്കും തത്ത. തിക്കിത്തിരക്കി മതിലകം തൂത്തപ്പോൾ രാജകുമാരിയുടെ താലി പോയി. കരയണ്ട പെണ്ണെ നീ, പിഴിയണ്ട പെണ്ണെ നീ, താലിക്കിണ താലി ഞാൻ തരുവേൻ. വേനൽ 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 പിറക്കട്ടെ, വെള്ളം ചൊരുങ്ങട്ടെ, പാടത്തെ ചേറൊക്കെ പൊടിയാവട്ടെ, തട്ടാനും വന്നോട്ടെ, പൊൻതൂക്കി എടുത്തോട്ടെ, താലി പരത്തട്ടെ തത്തമ്മയ്ക്ക്. എങ്ങനെ ഉണ്ടോ? പഴയ നീരേറ്റ് തറവാടിന്റെ മുറ്റത്ത് തീയും കൂട്ടി പാട്ട് പാടിയ കാലം തിരിച്ചു വന്നതുപോലെ തോന്നുന്നു. വരുവിടോ കേശു, നല്ല കാലമൊക്കെ തിരിച്ചു വരും. താൻ നോക്കിക്കോ. ആരാ ഈ രാത്രിയില്? ആ എന്താ അർജുന? അച്ഛാ, മൃദുല എന്നെ വിളിച്ചിരുന്നു.
അവരുടെ കല്യാണം ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു പോലും. ഇപ്പോൾ ഗോവയിലുള്ളതത്രേ. നിതിനോട് സംസാരിച്ചില്ലേട്ടാ? മൃദുല ഏതോ പബ്ലിക് ബൂത്തിൽ നിന്നാണ് വിളിച്ചത്. ഒന്ന് ഫോൺ നിതിന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അടുത്തില്ലാന്ന് അവൾ പറഞ്ഞത്. എന്നാലും ഉടനെ എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവനിതുവരെ വിളിച്ചില്ല. മൃദുലയ്ക്ക് സുഖാണോ? ഞാൻ ചോദിച്ചു, അതേന്നാ അവൾ പറഞ്ഞത്. അതല്ല, സംസാരം കേട്ടിട്ട് ഏട്ടൻ എന്താ തോന്നിയേ? കുഴപ്പമൊന്നുമില്ല പാറു, അവർ സന്തോഷത്തിലാ. എന്തെങ്കിലും അസുഖം മറ്റോ? ഏയ്, ഒന്നുമില്ല. ദേവി, എന്റെ കുട്ടിയെ കാത്തോളണേ.